അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ഒന്ന് സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്ത് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. സൂറത്തുൽ കഹ്ഫ് 46-ാമത്തെ ആയത്താണ് എടുത്തത്. പേജ് നമ്പർ 299. ആ ആയത്തൊന്ന് 46-ാമത്തെ ആയത്ത്, ആദ്യത്തെ ആയത്ത് എടുത്തതാണല്ലോ അല്ലേ? അതിന് ശേഷമുള്ള ആയത്തെടുത്തില്ലേ? അൽമാൽ വൽ ബനൂന. അതൊന്നോതാ. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. ഇനി അടുത്ത ആയത്തിലേക്ക് നടക്കാം. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. ആദ്യത്തെ അക്ഷരം തന്നെ വ ആണ്. വ എന്ന അക്ഷരം പറയുമ്പോൾ ചുണ്ട് കൂർപ്പിച്ചിട്ട് ഇഷ്മാം ചെയ്ത് പറയണം അല്ലേ? വ വ ويوم نسير الجبال. ضമ്മുള്ള അക്ഷരങ്ങളൊക്കെ അതേപോലെ തന്നെ ഇഷ്മാം ചെയ്ത് ചുണ്ട് കൂർപ്പിച്ച് പറയണം. നു സയ്യിറു. ഒറ്റ അക്ഷരം മാത്രമേ ഉള്ളൂ, വാവ്. വാവ്. പക്ഷേ ഏതൊക്കെ അക്ഷരങ്ങൾക്ക് ضമ്മുണ്ടോ അതും ഇഷ്മാം ചെയ്യണം. അക്ഷരങ്ങൾക്ക് ضമ്മ് വന്നാലും ضമ്മ് എന്ന് പറഞ്ഞാൽ കൂർപ്പിക്കുക. വ യൗമ നു സയ്യിറു. അവിടെയൊക്കെ ضമ്മ് വരുന്നുണ്ട്. ضമ്മ് എന്ന് പറഞ്ഞാൽ ഹർക്കത്ത്, അത് വാവിനെ സൂചിപ്പിക്കുന്ന ഹർക്കത്ത് ആയതുകൊണ്ട് അവിടെയും ചുണ്ട് കൂർപ്പിക്കാനുണ്ടാകും. വയൗമ നുസയ്യിറുൽ ജിബാല വതറൽ അർദ. അവിടെ ജിബാല എന്നുള്ളിടത്ത് ഒരു സാധാരണ മദ് ഉണ്ട് അല്ലേ? മദ് അസ്ലി ഉണ്ട്. ജിബാല സാധാരണ അലിഫിൻ്റെ ചെറിയ നീട്ടൽ അവിടെ കൊടുക്കാനുണ്ട്. വതറ എന്ന് അവിടെ ഒരു അലിഫുണ്ട്. യാനെ പോലെ കാണിക്കുന്ന ഒരു അലിഫാണത്. അലിഫ് മഖ്സൂറ ആണ്. അവിടെ അലിഫ് സാധാരണ എന്താണ് ചെയ്യുക? സാധാരണ മദ്ദാണ് അല്ലേ? ഓവറായിട്ട് നീട്ടാനുള്ള മദ്ദല്ല. വതറ എന്നുള്ള മദ്ദു അസ്ലിയാണ്. പക്ഷെ അവിടെ നമ്മൾ നീട്ടുന്നുണ്ടോ? വതറൽ അർള. തറൽ അർള എന്താ അവിടെ നീട്ടാത്ത? പിന്നെ എവിടെ സുക്കൂൻ വന്നുകൊണ്ട്? അടുത്ത വാക്കിൽ ആദ്യത്തെ അക്ഷരം സുക്കൂൻ വന്നതുകൊണ്ട് ആണ് അവിടെ മദ്ദു അസ്ലി നീട്ടാത്തത്. അപ്പോൾ ഒരു മദ്ദിൻ്റെ അല്ല, ഇത് യാ അല്ല, ഇത് അലിഫാണ്. ഇത് അലിഫാണ്. യാ ഇവിടെ യാ ഇട്ടത് അലിഫ് മഖ്സൂറ എന്ന് പറയുന്ന അലിഫ് അത് കാണാൻ യാ പോലെ ആയിരിക്കും. അത് അലിഫ് തന്നെയാണ്. സാധാരണ തറ എന്നുണ്ട്. അലിഫ് മഖ്സൂറ എന്ന് പറഞ്ഞാൽ അവസാനത്തിൽ വരുന്ന അലിഫ്, യാനെ പോലെ തോന്നിക്കുന്ന അലിഫ് അലിഫ് മഖ്സൂറ. അത് എന്താ വാക്കിൻ്റെ ശരിക്കും അതിൻ്റെ അസ്ല് യാ ആണ്. ഇവിടെ എഴുതുമ്പോൾ അലിഫായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ അതിന് വേറെ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അത് യാ ആയിട്ട് മാറും. തറൗ യറൗ തറ സതദിരി തറ
തറൗന. ഓക്കെ, എന്താ അവസാനത്തിലാണ് ഈ അലിഫ് വരിക. അതിൻ്റെ രൂപത്തിലിട്ടിട്ടുള്ളത്. അതിൻ്റെ ബാക്കിൽ ഫത്ഹായിരിക്കും. അപ്പോൾ ആ തറ എന്നുള്ള സാധാരണ അലിഫ് പോലെ തന്നെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത്. ആ അത് എനിക്കറിയില്ല കേട്ടോ. മറ്റ് ഖിറാഅത്തിലുള്ളത് സബ ഖിറാഅത്തിൽ എനിക്കറിയാം. മൂസ എന്നുള്ളതൊക്കെ അത് എന്താ അതും അലിഫ് മഖ്സൂർ തന്നെയാണ്. സുഡാനിൽ നിന്നൊക്കെയുള്ള ഇതിലുണ്ട് ഹിമാലത്ത്. ഓക്കെ, ഇതിൽ പറഞ്ഞത് ഇതാണ്, അവിടെ നീട്ടാനുള്ള ഒരു അലിഫ് ഉണ്ട് അവിടെ. ശരിക്ക് അലിഫിന് ശേഷം സുക്കൂൻ വന്നതുകൊണ്ടാണ് അവിടെ ആ മദ്ദു അസ്ലി വരാത്തത് എന്നതാണ് പറഞ്ഞത്. അപ്പോൾ അതെല്ലായിടത്തും അങ്ങനെ തന്നെ. മദ്ദിന് ശേഷം സുക്കൂൻ നെക്സ്റ്റ് വരുന്ന അക്ഷരം സുക്കൂനാണെങ്കിൽ ആ മദ്ദിൻ്റെ നീട്ടൽ അവിടെ ഉണ്ടാവില്ല. വതറ അൽ അർദ, വതറൽ അർദ ഒന്നിച്ച് വരുമ്പോൾ. സൂറത്തു നബയിൽ ഒരുപാട് ആയത്തുകളില്ലേ, വജഅൽനൽ ലൈല വജഅൽനൻ നഹാറ വജഅൽന എന്നാണല്ലോ, അലിഫുണ്ടല്ലോ. പക്ഷെ വജഅൽന എന്ന് നീട്ടുന്നില്ല, വജഅൽനൽ ലൈല വജഅൽനൻ നഹാറ എന്ന് പറയാൻ കാരണം അടുത്തത് സുക്കൂൻ വരുന്നതുകൊണ്ടാണ്. അല്ല, സുക്കൂൻ ഏത് സുക്കൂനാണെങ്കിലും തന്നെ. വതറൽ അർദ ബാരിസത്തൻ എന്നുള്ളിടത്തും ബാ മദ്ദു അസ്ലിയുണ്ട്, അലിഫുണ്ട്. ബാരിസത്തൻ വ, തൻവീനിന് ശേഷം വ. എന്തായിരുന്നു നിയമം? തൻവീനിന് ശേഷം വ വന്നാൽ ബാരിസതൻ വഹശർ, ഇദ്ഗാം ബിഗുന്ന. വഹശർനാഹും, അവിടെ നൂനിന് ശേഷം എന്തുണ്ട്? മദ്ദു അസ്ലിയുണ്ട്, അലിഫുണ്ട് അവിടെ. ഫലം നുഗാദിർ മിൻഹും അഹദ. നുഗാദിർ എന്താണ്? റാഇന് എന്ത് ഉച്ചാരണം കൊടുക്കണത്? നുഗാദിർ പഠിച്ച നിയമമാണ് അല്ലേ? രാ എന്ന് ഉച്ചാരണം കൊടുക്കണത് ലഘുവാക്കി, ലേറ്റായിട്ട് ഉച്ചരിക്കുകയാണ്. അതിൻ്റെ പേരെന്തായിരുന്നു? തെർക്കീഖ്. ലഘുവായിട്ട്. റാഇന് അവിടെ വന്നിട്ടുണ്ട്. ബാരി, റാഇന് കസ്ര വന്നാലും അതുപോലെ നുഗാദിർ എന്നുള്ളിടത്ത് റാഇന് സുക്കൂനാണ് വന്നത്, പക്ഷേ തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് കസ്ര വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ തെർക്കീഖ് ആക്കുന്നുണ്ട് റാഇന്. അഹദ എന്നുള്ള അവസാനത്തെ മദ്ദും എന്താണ്? മദ്ദു അസ്ലിയാണോ ഫറയാണോ? മദ്ദു അസ്ലിയാണ്. അതെ, ഫത്ഹു തൻവീനാണ്. അഹദൻ എന്നുള്ളത് അഹദ അലിഫിൻ്റെ നീട്ടൽ കൊടുത്തിട്ട് മദ്ദു അസ്ലിയായിട്ടാണ് ഉച്ചരിക്കുന്നത്. അതിന് മദ്ദു ബദൽ എന്ന് പറയാം. അല്ല, മദ്ദു ഇവദ് അവസാനത്തിൽ വരുന്ന അലിഫിന് മദ്ദു ഇവദ് എന്ന് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മദ്ദു ഇവദ്. ഈ മുമ്പത്തെ ആയത്തുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഖൈറുൻ അമല, അത് മദ്ദു അസ്ലിയിൽ പെട്ടതാണ്. മദ്ദു ഇവദ് കൂടുതലായിട്ട് നീട്ടാൻ പാടില്ല. ആയത്തൊന്നും കൂടെ ഓതാം. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. ഓരോ ഭാഗം ഓതിട്ട് എല്ലാവരും ഒന്ന് കൂട്ടത്തിൽ ഓരാം. ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا. ഓക്കെ, ഇനി ഓരോരുത്തരും ഓതാം അല്ലേ? നിങ്ങൾ തുടങ്ങിക്കോളൂ. ويوم نسير الجبال
بارزة وحشرناهم فلم نغادر منهم أحدا وترى الأرض അവിടെ നിന്നോടോ അത് وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا നുഗാദിർ എന്നല്ലേ പറഞ്ഞത് نغادر നുഗാദിർ എന്ന് കേൾക്കുന്നുണ്ട് അല്ലേ നുഗാദിർ വഹശർനാ ഹശർ സുക്കൂനുള്ള റാന് മുമ്പ് ഫത്ഹല്ല വന്നത് അതുകൊണ്ട് തഫ്ഖീം തന്നെയാണ് വഹശർനാഹും നിങ്ങളോ തന്നെ طراനായിപ്പോയി വതറൽ ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا ويوم نسير الجبال وترى റാ പറയുമ്പോഴേ റാ തഫ്ഖീം കൊടുക്കുമ്പോൾ വതറ പോരാ വതറ വതറ أيوة أذنه بسم الله الرحمن الرحيم ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا ما شاء الله شرعنا الله ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا نغادر منهم أحدا ഒന്നുകൂടെ പറഞ്ഞു نغادر منهم أحدا ആദ്യം പറഞ്ഞപ്പോൾ മാത്രം وحشرناهم فلم نغادر منهم أحدا അടുത്ത ആഴ്ച നോക്കാം അല്ലേ 48 ആദ്യം ഞാനൊരു പ്രാവശ്യം ഓതാം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക ശേഷം ഓതാം وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ഓക്കെ ഇനി ഓരോ ചെറിയ ചെറിയ പാർട്ടുകളാക്കിയിട്ട് ഞാൻ ഓതിയതിന് ശേഷം നിങ്ങളൊന്ന് ഓതി കേട്ടോ وعرضوا على ربك صفا لقد جئتمونا وعرضوا على ربك صفا لقد جئتمونا
ഓക്കെ. ആദ്യത്തെ അക്ഷരം വീണ്ടും വാവ് ആണ്. വഉരിദു. അവിടെ ഒരു വാവ് ഉണ്ട്, ഒരു അലിഫ് ഉണ്ട്. എന്താ ശരിക്ക് മദ് അസ്ലിയാണോ മദ് ഫറഇയാണോ? മദ് അസ്ലി തന്നെയാണ്. ആ വാവിൻ്റെ ആദ്യത്തെ വാവ് വന്നു, മദ് അസ്ലിയാണ്, സാധാരണ മദ് അസ്ലിയാണ്. പിന്നെ വീണ്ടും ഒരു അലിഫ് വന്നു. പക്ഷേ അലിഫിൻ്റെ മുകളിൽ എന്തുണ്ട്? ഒരു സർക്കിൾ ഉണ്ട്. അത് വന്നാൽ ആ അലിഫിനെ പരിഗണിക്കേണ്ട എന്നാണ് അർത്ഥം. അപ്പോൾ കൂട്ടി ഓതുമ്പോൾ വഉരിദു എന്നുള്ളത് നീട്ടുന്നത് മദ് അസ്ലി ആ വാവിൻ്റെ മദ്ദാണ്. ആ അലിഫിൻ്റെ മദ് നമ്മൾ കൊടുക്കുന്നില്ല. വഉരിദു എന്നുള്ളത് മദ് അസ്ലിയായി. അല റബ്ബിക, വീണ്ടും അല എന്നുള്ളിടത്ത് എന്തുണ്ട്? മദ് അസ്ലി ഉണ്ട്, അലിഫുണ്ട്. റബ്ബിക സൊഫൻ ലഖദ്. സൊഫൻ എന്നുള്ളത് അവിടെ ശരിക്കും മദ് അസ്ലി ഉണ്ട്. സൊഫ അല്ലേ, സൊഫ എന്നാണ് ശരിക്കും അവിടെ നിർത്തുകയാണെങ്കിലൊക്കെ വരെ സൊഫ എന്നാണ്. അപ്പോൾ നിർത്തുന്ന ആ ഒരു അലിഫ് അത് ശരിക്കും അവിടെ കൂട്ടി ഓതുമ്പോൾ മദ്ദായിട്ട് തൻവീനായിട്ട് പരിഗണിക്കും. ശേഷം വരുന്നത് ലാമാണ്. തൻവീന് ശേഷം ലാം വരുമ്പോൾ ഇത് ബിലാഗുന്ന. അപ്പോൾ നൂനിന് കേൾക്കൂല. സൊഫൻ എന്നുള്ള നൂന് കേൾക്കൂല. സൊഫല്ല, സൊഫല്ല അല്ലേ. സൊഫ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചരിക്കേണ്ടത് അടുത്ത അക്ഷരമായിട്ടുള്ള ലാമാണ്. അവിടെ മണിക്കാനുമില്ല, ലാമിന് കട്ടി കൂട്ടിയാൽ മതി. പിന്നെ ഖദ്, ദാലിന് സുക്കൂൻ എന്താ നിയമം? കൽക്കലുണ്ട്. ലഖദ്, ലഖദ് ആ ദാല് വ്യക്തമായിട്ട് പുറത്തേക്ക് കേൾക്കും. وعرضوا على ربك صفا لقد جئتمونا. ഹംസക്ക് സുക്കൂന് കൊടുക്കുമ്പോൾ ജിഅ്തുമൂന, അത് പ്രത്യേകിച്ച് ജിഅ്തു എന്നുള്ളത് കൽക്കലിൻ്റെ സ്വഭാവം വരരുത്. ജിഅ്തുമൂന, ലഖദ് ജിഅ്തുമൂന. അങ്ങനെ ചെറുതായിട്ട് വേണം ഹംസക്ക് സുക്കൂന് കൊടുക്കാൻ. അത് കുറച്ചൊരു എവിടെ ഫതഅ്തു അങ്ങനെ എടുക്കൂല. ഫതഅ്തു അങ്ങനെ പറയില്ല. ഫതഅ്തൂന അങ്ങനെ പോകണം. ഫതഅ്തൂന ഓത്ത് എന്താ കാര്യങ്ങളുടെ ഓത്ത് കേട്ട് വയ്ക്കാൻ മനസ്സിലാവും. ചെറുതായിട്ട് പോലെ ഹംസനെ അവിടെ ഉപയോഗിക്കുള്ളൂ. സുക്കൂന് കൊടുക്കുമ്പോൾ അങ്ങനെ ഹംസക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ഇല്ല. ആ ഹംസൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹംസ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഇടയ്ക്ക് ഓതുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, വോക്കൽ കോഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് തുറക്കണം. അപ്പോൾ അതിനൊരു എന്താ ഒരു ജഹറിൻ്റെ അക്ഷരമാണ്, നല്ല പവറാണ് അതിൻ്റെ മഖ്റജിൽ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സുക്കൂന് കൊടുക്കുമ്പോൾ കൽക്കലാവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഓട്ടോമാറ്റിക് ഓതുമ്പോൾ തന്നെ കൽക്കലാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ ഹംസ വളരെ ചെറുതായിട്ട് ഉച്ചരിക്കാൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കൽക്കലാവും. ഫതഅ്തൂന ലഖദ് ജിഅ്തുമൂന എന്നുള്ളത് അതൊന്ന് കുറച്ച് ശ്രമകരമായിട്ടുള്ള കാര്യമാണത്. ഒത്ത് കേട്ട് സാവകാശം മെല്ലെ മെല്ലെ റെഡിയാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. ആരെ ആ ഹംസ ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുമ്പോൾ അങ്ങനെ വരും. ഹംസ ക്ലിയർ ആക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അങ്ങനെ വരും. പക്ഷേ കൽക്കലിൻ്റെ പ്രശ്നം ഉണ്ട് അതിൽ. ഇത് ഒന്നുകൂടെ നോക്കാം. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة كما خلقناكم أول مرة. ഒന്ന് നോക്കി എല്ലാവരും. ഖലഖനാകും, ഖാഫിന് സുക്കൂന് കൽക്കലാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കാഫ്, സിമ്പിളായിട്ട് ഇസ്തിഫാലിൻ്റെ അക്ഷരമായിട്ടും പറയണം. ലഖദ് ജിഅ്തുമൂന കമാ ഖലഖന ഒക്കെ മദ്ദു അസ്ലികളാണ്. അവ്വല മറത്തിൻ എന്നാണ് ഉള്ളത്. അത് നിർത്തുമ്പോൾ എന്താ ചെയ്യുക? മറ ആ താ ഹ ആയിട്ട് മാറി നമ്മൾ അതിന് സുക്കൂന് കൊടുക്കുകയാണ്.
أول مرة كما خلقناكم أول مرة أوكي. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة അവിടെ ഒരു മീമിൻ്റെ ഒരു എഴുത്തൊക്കെ കാണാം അല്ലേ? മറാത്തി കഴിഞ്ഞിട്ട് ഒരു മീമൊക്കെ എഴുതിയിട്ടുണ്ട്. അത് എന്തിൻ്റെ മീമാണ്? ആ കൂട്ടി ഓതുമ്പോൾ ഉള്ളതാണ്. എന്താണ് ആ മീമ് സൂചിപ്പിക്കുന്നത്? ഇഖ്ലാബ് അല്ലേ? ഇഖ്ലാബിൻ്റെ മീമാണത്. അതായത് കൂട്ടി ഓതുകയാണെങ്കിൽ ഔവല മറത്തിംബ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. ശരിക്ക് മറത്തിൻ എന്നാണുള്ളത്. പക്ഷേ ആ നൂനിനെ തിൻ എന്നുള്ള നൂനിനെ മീമാക്കി മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മറത്തിൻ എന്നുള്ളത് മറത്തിം എന്ന് ഓതാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ അവിടെ നിർത്താനുള്ള നൂനിനെ മീമാക്കിയിട്ട് മാറ്റിയിട്ട് മണിച്ച് ഓതാം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ മറക്കൽ വരും, ഇഖ്ഫ വരും. ഓക്കെ, അവിടെ നമ്മൾ നിർത്തുകയാണ്. ജീമുണ്ട്, ജായിസിൻ്റെ ജീമുണ്ട്, അതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താം. എന്നിട്ട് ബാക്കി വരാം. ബൽ സഅംതും അല്ലൻ നജ്അല ലക്കും മൗഇദ. ഓതാ അല്ലന്ന മണിക്കാനുണ്ട്, ലക്കും മണിക്കാനുണ്ട്. രണ്ടും ഒരേ അളവിൽ തന്നെ മണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ബൽ സഅംതും അല്ലൻ നജ്അല ലക്കും മൗഇദ. നജ്അല ലക്കും മൗഇദ. മൗഇദ എന്ന് പറയുമ്പോഴുള്ള മദ്ദിന് എന്താ പറയാ? മദ്ദു ആരിദ്, മദ്ദു ഇവദ്. ആരിദ് മദ്ദു അസ്ലിയിലല്ല, മദ്ദു ഫറഈൽ പെട്ടതാണ്. മദ്ദു ഇവദാണ് ഈ സൂറത്തിൽ ഏകദേശം എല്ലാ ആയത്തും അവസാനിക്കുമ്പോൾ ഉള്ളത്. മദ്ദു ഇവദ് അത് മദ്ദു അസ്ലിയാണ്, ഓവറായിട്ട് നീട്ടാൻ പറ്റൂല. മൗഇദ അവിടെ ബൽ സഅംതും അല്ലന്ന അവിടെ മണിക്കാൻ കാരണം ഏതാ നിയമം? ഇദ്ഗാം ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷം നൂന് വന്നാൽ ഇദ്ഗാം ബിഗുന്ന. അതുപോലെ തന്നെ സെയിം നിയമമാണ് ലക്കുമ്മ. സുക്കൂനുള്ള മീമിന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന. രണ്ടും ഒരേ അക്ഷരങ്ങൾ, അത് കൂട്ടിച്ചേർത്തിട്ട് ഓടും. അത് എല്ലാ അക്ഷരത്തിനും ഉണ്ട്. ഒരക്ഷരത്തിന് സുക്കൂന്, അതേ അക്ഷരത്തിന് ഹർക്കത്തുള്ള അക്ഷരം അടുത്തത് വരികയാണെങ്കിൽ അത് കൂട്ടിച്ചേർക്കും. പക്ഷേ രണ്ടക്ഷരങ്ങൾക്ക് മാത്രമാണ് മണിക്കുക. ഏതൊക്കെ അക്ഷരങ്ങൾക്ക് മണിക്കുക? നൂനും മീം ഇതവിടെ വന്നത് ഈ അക്ഷരങ്ങൾക്ക് മാത്രമേ മണിക്കുള്ളൂ. ഇനിയിപ്പോൾ ഇവിടെ നജഅൽ ലക്കും എന്നാണ് വിചാരിച്ചോളൂ. നജഅൽ ലക്കും, ഇവിടെ നജഅല ലക്കും എന്നാണ്. അത് നജഅൽ ലക്കും എന്നാണെങ്കിൽ എങ്ങനെ ഓതുക? നജഅൽ ലക്കും, ലാമും കൂട്ടിച്ചേർക്കും, സുക്കൂനും ഹർക്കത്തും ആണെങ്കിൽ. പക്ഷെ അവിടെ മണിക്കുമോ? മണിക്കൂല. നജഅൽ ലക്കും അത്രേ പറയുള്ളൂ. അതാണ് നൂന് മീം ഈ രണ്ടക്ഷരങ്ങൾക്ക് മാത്രമാണ് ഇദ്ഗാമിൽ വരുമ്പോൾ മണിക്കുക, ബാക്കിയുള്ളവർക്കൊന്നും മണിക്കൂല. ഓക്കെ, ബൽ സഅംതും അല്ലൻ നജ്അല ലക്കും മൗഇദ. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة. بل زعمتم أن لن نجعل لكم موعدا. ശരി, ഞാൻ തോന്നാലോ അല്ലേ? മറക്കാം. وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة.
بل زعمتم أن لن نجعل لكم موعدا بسم الله الرحمن الرحيم وأدلوا على ربك صفا لقد അവിടെ മണിക്കൽ വരരുത്. സൊഫൽ ലഖദ് صفا لقد അയ്യോ صفا لقد جئتمونا كما خلقنا ഒന്നുകൂടെ ജിഅ്തുമൂന കമാ جئتمونا كما ഉം. جئتمونا كما خلقناكم أول مرة ഉം. بل സഅംതും بل زعمتم أن لن അവിടെ ലാമിന് മണിക്കൽ വരൂല. അല്ലൻ ألن ആ ألن نجعل لكم موئدا ആ അതിനൊന്നുകൂടെ ശരിയാക്കാനുണ്ട് നമുക്ക്. നജഅല ലക്കും മൗഇദ نجعل لكم موئدا ആ ഈ ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി. മൗഇദ موئدا ആ വരുന്നുണ്ട്. പകുതി മുക്കാലായിട്ടുണ്ട്. എന്താ അത് ഓക്കെ. ഐനൊന്ന് കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി. അ, ഐ, ഉ, ആ, ന. ഓക്കെ. إذا ആ ഇവ موئدا മൗഇദ موئدا മൗഇദ موئدا ഇതാന്നുണ്ട് ദ إذا മൗഇദ موئدا അയവ. ഇപ്പം അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കണ്ട് അത് വരുന്നുണ്ട്. ഇനി അത് നാച്ചുറൽ നോർമലാവും. അത് കുറച്ചൊന്ന് അത് അങ്ങനെ തന്നെ ഓദ്യുമ്പോൾ ശരിയാവും. തുടക്കത്തിലേ ഞങ്ങൾക്ക് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ട്രാക്കിൽ കയറിയാൽ പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. ഈസിയാണ്. ഓക്കെ. وأولوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا അത് ഖദർ അല്ലൻ എന്നുള്ളത് 3-4 ഖദറിലേക്ക് പോകുന്നുണ്ട്. ചുരുക്കണം. മണിക്കൽ 2 ഖദറിൽ ഒതുങ്ങണം. അല്ലൻ നജഅല ലക്കും മൗഇദ ആ അതുപോലെ ജിഅ്തുമൂന ജിഅ്തു ആവണ്ട ജിഅ്തുമൂന ജിഅ്തുമൂന അത് ഒന്ന് ശരിയാക്കാനുണ്ട്. അത് നമ്മൾ അങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ അയിനായി പോവുകയും ചെയ്യും. അങ്ങനെ പറയുമ്പോൾ ഹംസ കേൾക്കാത്തൊരു പ്രശ്നം വരും. അങ്ങനത്തെ ഒക്കെ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അങ്ങനെ പ്രശ്നം ഉണ്ടാവും അതിന്. കുറച്ചുള്ളൂ ജീത്ത് മൂന എന്നുള്ളതിന് ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ മതി. ജീത്ത് മൂന ജീത്ത് മൂന ആ ഡോക്ടർ സാഹിബ് ഓതിക്കോളി. ജിഅ്തുമൂന കമ ഒരലിഫുണ്ട്. بل زعمتم أن لن نجعل لكم موعدا ഓക്കെ. അതോ
ആഹാ, അക്ഷരങ്ങളൊക്കെ അറിയാലോ അല്ലേ? അങ്ങനെ സൊഫല്ല സൊഫൻ ആ നൂന് കേൾക്കുന്നുണ്ട് അവിടെ. സൊഫൻ കേൾക്കാൻ പാടില്ല. സൊഫല്ല ആയ മൗഇദ അങ്ങനെയല്ല, അലിഫുണ്ട്. മൗഇദ بل زعمتم أن لن نجعل لكم موعدا ജിത്തുമൂന ജിത്തു അതും ഇതുവരെ ഞങ്ങൾ പറഞ്ഞ ജിത്തുമൂനാണ്. അപ്പൊ നിങ്ങള് ലൈറ്റ് ആക്കാൻ നോക്കുമ്പോ അക്കാത്ത സംശയം. അത് അത് കുറച്ച് ശ്രമകരാണത്. ജിത്തു അങ്ങനെ ആ ജിത്തുമൂ രണ്ട് സുക്കൂൻ ഒന്നിച്ച് വരൂലല്ലോ. ജിത്ത് അങ്ങനെ വരൂല എന്തായാലും. ജിത്തുമൂന സ്വാദാണ്. സൊഫ് അല്ലൻ മൗഇദ അല്ല അല്ല ലാമിന് ഷദ്ദുണ്ട്. അല്ല ആ لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا ആ അത് അവസാനത്തെ താ നമ്മൾ നിർത്തുമ്പോൾ താ ഹ ആയിട്ട് മാറും. ഈ താ മർബൂത്ത ആ ഡോട്ടില്ലാതെ ഹ ആയിട്ട് മാറും. പിന്നെ അവിടെ കസ്റുത്തൻവീനാണുള്ളത്. നമ്മൾ നിർത്തമായതുകൊണ്ട് സുക്കൂന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ മറത്തിൻ എന്നുള്ളത് മറഹ് എന്നാവും. അത് അങ്ങനെ വഴി ഉണ്ടാവുന്നതാണ്, അല്ലാതെ വെറുതെ കൊടുക്കണതല്ല. അത്തിൻ എന്നുള്ളത് ഹ് എന്ന് പറഞ്ഞ് നിർത്താണ്. മറഹ് എന്നാണ് പറയേണ്ടത്. മറഹ് ഔവല മറഹ് ആ ഹ ആണത് ആ കാറ്റായിട്ട് പറയണത്. രണ്ടാമത്തെ ഒന്നും കൂടെ ഒന്നിച്ചൊന്ന് ഓതി വെക്കാം. ويوم نسير المدل بسم الله الرحمن الرحيم ويوم نسير الجبال وترى الأرض بارزة وحشرناهم فلم نغادر منهم أحدا وعرضوا على ربك صفا لقد جئتمونا كما خلقناكم أول مرة بل زعمتم أن لن نجعل لكم موعدا. അടുത്ത തുടങ്ങാം അല്ലേ? ഒരു പ്രാവശ്യം ഒന്ന് ഞാൻ ആയത്തൊന്ന് മുഴുവനൊന്ന് ഓതുന്നുണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചൊന്ന് കേൾക്കുക.
ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ഓക്കെ, ഇനി ഓരോ പാർട്ടായിട്ട് ഓടാം. ووضع الكتاب فترى المجرمين مشفقين ഓക്കെ. വവുദിഅൽ വവു രണ്ടും വാവ് ഇഷ്മാമിൻ്റെ അക്ഷരങ്ങളാണ്. വവുദിഅൽ കിതാബു ഫതറൽ ജീമിന് സുക്കൂൻ എന്താണ്? കൽക്കലയാണ്. മുജിരിമീന മുഷ്ഫിഖീൻ. അവിടെ നിർത്തായതുകൊണ്ടാണ് ആ നീട്ടൽ വന്നത്, മുഷ്ഫിഖീൻ എന്നുള്ളത്. ആ നീട്ടലിന് എന്താ പേര് പറയൽ? നിർത്തുമ്പോൾ വരുന്ന മദ്ദു ആരിദ്. അതാണ് നമ്മൾ അവസാനം പഠിച്ച നിയമം. മദ്ദു ആരിദ് ലി സുക്കൂൻ. സുക്കൂൻ എടുത്ത് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന നീട്ടൽ. ജീമിൻ്റെ കാര്യത്തിൽ ജീമ് നമ്മൾ മലയാളത്തിലൊക്കെ പറയുന്ന ജാതി, അത് ഹംസിൻ്റെ അക്ഷരമാണ് നമ്മൾ മലയാളത്തിൽ പറയണത്. ഹംസ് പറഞ്ഞാൽ എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? ഹംസ്, കാറ്റ് പുറത്ത് വിടുന്നത്. നമ്മൾ ഇവിടെ എഴുതിയത് ഫഹസ്സഹു ഷഖ്സുൻ സകത, എന്നൊക്കെ പറയുമ്പോൾ എന്താ കാറ്റ് പുറത്ത് വിടുന്നുണ്ട്. പക്ഷേ അതിൽ ജീമുണ്ടോ നോക്കി, ഫഹസ്സഹു ഷഖ്സുൻ സകത, ജീമില്ല. അപ്പോൾ അത് മലയാളത്തിലത്തെ അക്ഷരമാണ്. അറബിയിൽ കാറ്റ് പിടിച്ച് വെച്ചിട്ട് കാറ്റ് പുറത്തേക്ക് വിടാത്ത അക്ഷരമാണ് ജീം. അപ്പോൾ ഇവിടെ പറയുമ്പോഴൊക്കെ അല്ല മുജി, ഒരു പിടുത്തുണ്ട്, ഉള്ളിലേക്ക് ഒരു പിടുത്തം ഉണ്ടാവും. കാറ്റ് പുറത്തേക്ക് വിടാതെ അത്രയേ ഉള്ളൂ. അല്ല ഒരു പിടുത്തം ഉണ്ടാവും. അപ്പോൾ അറബിൽ ജീമിന് ആ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് കൽക്കല വരുമ്പോൾ നമ്മൾ ഒരു ഉള്ളിലേക്കൊരു വലിവാണ് ജീമിന് വരുന്നത്. മുജിരിമീന അത്രേ കേൾക്കുള്ളൂ. നമ്മൾ മലയാളത്തിലത്തെ അല്ല. ആ ഒരു വ്യത്യാസം ശരിക്കും സാവകാശം ഓതുന്ന ഖിറാഅത്തുകൾ കേൾക്കുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون فترى പറയുമ്പോൾ ചില ആളുകൾ ശരിക്കും അത് തഫ്ഖീം ശരിയാക്കുന്നുണ്ട്. അല്ല ഫതറ എന്നാവരുത്. ഫതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂൻ. മീമിന് ഷദ് മണിക്കാനുണ്ട്. ഗുന്നൻ്റെ അക്ഷരമാണ് മീമിന് ഷദ് മണിക്കാനുണ്ട്. ഓക്കെ. ويقولون يا ويلتنا ما لهذا الكتاب അവിടെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ നീട്ടണം അല്ലേ.
നിയമം എന്താ? മദ്ദു ആരിദ്. മാലി ഹാദൽ കിതാബില യുഗ, അങ്ങനെയല്ലേ കൂട്ടി ഓതുമ്പോൾ ഓതുക. കിതാബില മദ്ദു അസ്ലിയാണത് അല്ലേ? കിതാബി മദ്ദു അസ്ലി അല്ലേ? അല്ലേ? മദ്ദു അസ്ലിയാണ്. നിർത്തുകയാണെങ്കിൽ മാത്രം അവിടെ അങ്ങനെ ഒരു നീട്ടൽ വരും. മാലി ഹാദൽ കിതാബ് അങ്ങനെ നീട്ടും. അത് മദ്ദു ആരിദ്. മദ്ദു ആരിദ് നിർത്തുമ്പോൾ മാത്രം വരുന്ന മദ്ദാണ് മദ്ദു ആരിദ്. അതുകൊണ്ടാണ് അവിടെ ആ മദ്ദിൻ്റെ ചിഹ്നം ഒന്നും കൊടുക്കാത്തത്. കാരണം ചിലപ്പോൾ അവിടെ മദ്ദു അസ്ലി എങ്ങാണ്ട് ബേസിക്കലി അത് മദ്ദു അസ്ലി തന്നെയാണ്. നിർത്തുകയാണെങ്കിൽ മാത്രമാണ് നമ്മളത് കൊടുക്കുക. അതുകൊണ്ട് എന്ത് കൊടുക്കൂല? മദ്ദിൻ്റെ ചിഹ്നം കൊടുക്കൂല. അതെ, കൽക്കലും ചെയ്യണം നിർത്തുകയാണെങ്കിൽ. കിതാബ്. ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة. لا يغادر صغيرة ولا كبيرة إلا أحصاها. لا يغادر صغيرة ولا كبيرة إلا أحصاها. صغيرة كبيرة ഇവിടൊക്കെ തൻവീന് വന്നു. പക്ഷെ അതിന് ശേഷമുള്ള അക്ഷരത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് അവിടെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. ആദ്യത്തെ സഗീറത്തൻ എന്നുള്ള തൻവീനിന് എന്താ നിയമം? ഇദ്ഗാം ബി ഗുന്ന. അടുത്തത് വാവായതുകൊണ്ട് സഗീറത്തൻ വ. അടുത്ത കബീറത്തൻ എന്നുള്ള തൻവീനിന് എന്താ നിയമം വരുന്നത്? ഇൽഹാർ. അടുത്ത അക്ഷരം ഹംസ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ രണ്ട് തൻവീനിലും വ്യത്യാസം കാണാം. എഴുതിയോടെ തന്നെ വ്യത്യാസം കാണാം അല്ലേ? സഗീറത്തൻ എന്നുള്ള തൻവീനും കബീറത്തൻ എന്നുള്ള തൻവീനും എഴുതിയതിൽ തന്നെ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ അടുക്കടുക്കായിട്ട് വെച്ചത് കാണുമ്പോൾ മനസ്സിലാക്കണം ഇൽഹാറാണ്, മണിക്കണ്ട എന്നുള്ളത്. മുമ്പത്തത് അവിടെ വേറെന്തോ ഇൽഹാറല്ല എന്നത് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യത്തേത് ഇദ്ഗാം ചെയ്യാനുണ്ട്. സഗീറത്തൻ വ കബീറത്തൻ ഇ എന്നുള്ളത് വ്യക്താക്കുമാണ്. ഇല്ലാ അഹ്സാഹ. ഏതാ നിയമം? ആ മദ് ഉണ്ടല്ലോ അല്ലേ? മദ്ദിന് ഏതാ നിയമം? മദ് മുൻഫസിൽ അല്ലേ? മദ് മുൻഫസിൽ ഉണ്ട് അവിടെ. لا يغادر صغيرة ولا كبيرة إلا أحصاها. لا يغادر صغيرة ولا كبيرة إلا أحصاها. ولا كبيرة لا قال ولا كبيرة إلا أحصاها. ولا كبيرة إلا أحصاها. ووجدوا ما عملوا حاضرا. വാവ് വരുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുക, ഇഷ്മാം ചെയ്യേണ്ടത്. ووجدوا ما عملوا حاضرا. ഇവിടെയൊക്കെ ഏതാണ് മദ്? ഏതാണ് ഹാദിറ എന്നുള്ളത്? മദ് അസ്ലിയാണ്. അതിന് പ്രത്യേക ഒരു പേരുണ്ടല്ലോ നിർത്തായതുകൊണ്ട്. നിർത്തുമ്പോൾ വരുന്ന ഇങ്ങനെ അലിഫിൻ്റെ മദ്ദിന് മദ് ഇവദ് എല്ലാ ആയത്തുകളിലും ഉണ്ടത്. ولا يظلم ربك أحدا. ولا يظلم ربك أحدا. أحدا അവിടെയും അലിഫിൻ്റെ നീട്ടലാണ്. മദ് അസ്ലിയാണ്. മദ് ഇവദ് എന്നാണ് പേര്. രണ്ട് വാവ് അടുപ്പിച്ച് വന്നതുകൊണ്ടല്ല, വാവ് വരുമ്പോഴൊക്കെ ചുണ്ട് കൂർപ്പിക്കാനുണ്ട്. രണ്ടും ചുണ്ട് കൂർപ്പിച്ച് പറയാം. ووجدوا ما عملوا حاضرا.
ولا يظلم ربك أحدا. വാവ് തന്നെ ഉള്ളൂ, ഒറ്റ അക്ഷരമേ ഉള്ളൂ. പക്ഷേ ലൊമ്മുണ്ട്. ഏതക്ഷരം നമുക്ക് ലൊമ്മ് വരികയാണെങ്കിൽ ചുണ്ട് കൂർപ്പിക്കണം. ആ ഈ ആയത്തൊന്നും കൂടെ ഒന്ന് അത് എന്താ മഖ്റജ് ഇഷ്മാമിൻ്റെ കാരണം. ആ മറ്റേത് മഖ്റജിൻ്റെ കാര്യത്തിൽ ചുണ്ടിന്ന് വരുന്ന ചുണ്ട് മഖ്റജ് അക്ഷരങ്ങൾ ബാ മീമ്. ഇഷ്മാമിൻ്റെത് വാവ് മാത്രം. ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا. ഓരോരുത്തരും ഓതണോ? അതടുത്ത ക്ലാസ്സിൽ ഓതാം അല്ലേ? ഇന്നിങ്ങനെ നിർത്താം ഇൻഷാ അല്ലാഹ്. അപ്പോൾ മദ്ദിൻ്റെ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി വന്നിട്ടുണ്ട് അല്ലേ? എല്ലാ മദ്ദുകളും ഏകദേശം പറഞ്ഞ് അത് സംശയമില്ലാത്ത രൂപത്തിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. കൺഫ്യൂഷൻ ഉണ്ടല്ലേ? അത് വാക്കിൻ്റെ കൺഫ്യൂഷൻ അല്ലേ ഉള്ളൂ. രണ്ടും ഒന്ന് മദ് അസ്ലി ഒന്ന് മദ് ഫറിയല്ലേ? ആ പേരിൻ്റെ കാര്യത്തിലല്ലേ സംശയമുള്ളൂ. നമ്മൾ ഓതുമ്പോൾ എന്തായാലും നമുക്ക് തെറ്റൊന്നുമില്ല അല്ലേ? അഹദ മദ് ആരിദ് നിസുക്ക. ആ രണ്ട് പേരും ആരിദ് ഇവദ് രണ്ടും ഐനുകൊണ്ട് തുടങ്ങുകയാണ്, ഏകദേശം ഒരേ പോലെ ഉണ്ട്. അതുകൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും. അല്ലാതെ ഓതുമ്പോൾ നമുക്കത് പ്രശ്നം ഉണ്ടാവില്ല, പേരിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ ഏകദേശം എല്ലാ ആയത്തും അവസാനിക്കുന്നത് മദ്ദു ഇവദാണ്. അവസാനം അസ്ലി ആയിട്ടുള്ള ചെറിയ നീട്ടൽ മാത്രമുള്ളതാണ് മദ്ദു ഇവദ്. മദ്ദു ലാസിം വലദ്ദാല്ലി അൽ ഹാഖ. അത് അടുത്തത് സുക്കൂന്. ഷദ് വരുന്നതും അത് തന്നെയാണ്. സുക്കൂൻ ആയതുകൊണ്ടാണ് ഷദ്ദിൻ്റെ ആദ്യത്തെ അക്ഷരം സുക്കൂനാണല്ലോ. രണ്ടും തന്നെ. അവസാനിപ്പിക്കാൻ നല്ല സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക മാലി ഹാദൽ കിതാബ്. മദ് അസ്ലി ഉണ്ട്, നേരത്തെ പറഞ്ഞു നമ്മൾ. മദ് അസ്ലി മദ്ദുകൾക്ക് ശേഷം തൊട്ട് ശേഷം സുക്കൂൻ വരികയാണെങ്കിൽ ആ മദ്ദിൻ്റെ നീട്ടൽ ഉണ്ടാവില്ല. ഹാദാ പ്ലസ് ലി കിത്ത അല്ലേ? അതിന് ശേഷം ലാമിന് സുക്കൂൻ വരികയാണ്. അതുകൊണ്ട് ആ മദ്ദിൻ്റെ അക്ഷരം നമ്മൾ പരിഗണിക്കൂല. മാലി ഹാദൽ കിതാബ്. നിർത്തുന്നല്ല. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.